നമ്മുടെ യാത്ര മിഷിഗണിലെ കേപ്പാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കാനഡ ബോർഡറിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ജിഷ്ണുവിൻ്റെ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടിയിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബ്ലൂ വാട്ടർ കാരണം കാനഡയ്ക്ക് ബിൽഡിംഗാണ്. ഇവിടുത്തെ ഓഫീസർമാരെല്ലാം അങ്ങനെ ഒഫീഷ്യലി നമ്മൾ കാനഡയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് കാനഡയിലെ ഒൻറ്റാറിയോ എന്ന് പറയുന്ന പ്രോവിൻസാണ്. പ്രോവിൻസിലെ സാർണിയ എന്ന് പറയുന്ന സ്ഥലമാണ്. സാർണിയയിൽ നിന്നും നമ്മൾ ടൊറന്റോ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. ഏകദേശം 300 കിലോമീറ്റർ ആണ് ഈ ഒരു ബോർഡർ സിറ്റിയിൽ നിന്നും ടൊറന്റോ വരെയുള്ള നമ്മുടെ ദൂരം. ഇതിൻ്റെ ഇടയ്ക്കൊരു സിറ്റി ഉണ്ട് ലണ്ടൻ. ഇടയ്ക്കൊരു സിറ്റി ഉണ്ട് ലണ്ടൻ. ലണ്ടനാണ് മലയാളികളുടെ ഹബ്ബ്. ഇഷ്ടംപോലെ കേരള റെസ്റ്റോറൻറ്റ്, കേരള ഗ്രോസറി, ഇഷ്ടംപോലെ മലയാളികളുടെ ഒരു ഏത് പ്രസ്ഥാനത്തിൽ ചെന്നാലും അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും മലയാളിയായിരിക്കും. അവിടെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ മലയാളികളാണ്. അതെ. അപ്പം അതൊക്കെയാണ് നമ്മുടെ കനേഡിയൻ ബോർഡർ ക്രോസിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഒരു ഇച്ചിരി ലെങ്തി ആയിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങിയ പുതിയതായിട്ടുള്ള കുറേ പേര് പണ്ട് നമ്മൾ കാണിച്ച വീഡിയോസിലെ ഡീറ്റെയിൽസ് ഒന്നും കാണാത്തവരായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം. 300 കിലോമീറ്ററോടെ പോകാനുണ്ട്. ബാക്കി വിശേഷങ്ങൾ യാർഡിനോട് അടുത്ത് ടൊറന്റോയുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് പറയാം. സാറേ, എന്നാൽ സാറ് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഞാൻ പോയി വല്ലതും കഴിച്ചാലോ? വിശക്കണം. എല്ലാം കഴിച്ചായിരുന്നോ? നിങ്ങൾ ഒരു നേരമാണോ കഴിക്കുന്നത്? ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ മനുഷ്യൻ വണ്ടി ഓടിച്ച് കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് മാത്രമേ കഴിക്കുള്ളൂ. ഒരു നേരം. അതാണ് മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ ജീവൻ തോൺ. അല്ല, ഇടയ്ക്ക് നമ്മൾ വേറെ ഇത് അധികം വരുന്നില്ലല്ലോ. നമ്മളിപ്പം നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോൾ പിന്നെ കുറച്ചുകൂടെ വ്യത്യാസം. എന്നാൽ പോലും നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വിന്റർ സീസൺ അല്ല കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല പറഞ്ഞേ. പിന്നെ നമ്മൾ ഓടിക്കുമ്പം ഇതിന് വേറെ ഇതുകളൊന്നും അങ്ങനെ പറയാം. ലോഡ് എടുക്കുന്നു. ഇപ്പൊ ലോഡ് എടുക്കുന്നതിന് നമുക്ക് അത്ര വലിയ പാട് പെടുന്നില്ല. ഇപ്പം ചിലടത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് എടുക്കുന്നു, നമ്മളത് പോയി അവിടെ അതിന് പാക്കറ്റ് അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം, അങ്ങനെ പണിയെടുക്കണം. അതായത് ഇവരുടെ ഈ മറ്റേ കൂളറിന്റെ അകത്തില്ലേ, കൂളർ മറ്റേ ചില വെയർ ഹൗസ് ഇല്ലേ കൂളർ, അതിന്റെ അകത്ത് കയറി നിൽക്കുമ്പോൾ തന്നെ വിഷയം. കാരണം ഈ തണുപ്പ് നന്നായിട്ട് അടിക്കുമ്പോൾ അങ്ങനെയുള്ള ലോഡുകളൊന്നും നമുക്കില്ലല്ലോ. ഒറ്റ പിക്കപ്പല്ലോ. ഇപ്പം വെയിറ്റ് നോക്കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, നമുക്ക് പണി കുറവല്ലേ. മറ്റേന്ന് പറയുമ്പോൾ ഇത് തന്നെ റീഅറേഞ്ച് അങ്ങനെ പരിപാടി. പിന്നെ ഒരു 2-3 തവണ നമ്മൾ ബാക്കിപ്പം മറ്റേ ഇതും അതും ഇതൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ ടാൻഡം മാറ്റേണ്ടി വരും, വെയിറ്റ് സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ട്രക്കിന് പറഞ്ഞാൽ പണ്ടെന്ന് പറയുമ്പോൾ ഗിയർ വണ്ടി ആകുമ്പോൾ പണി കൂടുതൽ വരും. ഇപ്പം ഗിയറില്ലല്ലോ. അപ്പം ഗിയർ വണ്ടി വരുമ്പോൾ കാലിനും കൈക്കും വരും നമ്മൾ എക്സ്ട്രാ. അപ്പം അന്നേരം കുറച്ചുകൂടെ നമ്മൾ ബ്രെയിനും യൂസ് ചെയ്യണം. ഏതാ ഇതൊക്കെ കയറ്റത്താലാണ് വണ്ടി വന്നത്. ഇപ്പൊ കയറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയില്ലെങ്കിലും വണ്ടിയും കൂടുതലും തന്നെ അങ്ങോട്ട് ഇട്ടോളും. മറ്റേത് അങ്ങനെയല്ല. മറ്റേ നമ്മൾ തികച്ചാപ്പി കയറ്റമൊക്കെ ഉണ്ടല്ലോ, വണ്ടി 6ാമത്തെ ഗിയറിലാണ് കയറി പോകുന്നത്. ഡൗൺ ചെയ്ത് കയറിയിട്ട് അവസാനം നിന്ന് പോകരുത്. മണ്ടേ അതിന്റെ RPM 15 താഴെ പോയ ആ കയറ്റത്തെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചടങ്ങാ. കാരണം ഫുള്ളോടെ ചിലപ്പം ഇത് വലിച്ചു കയറില്ല. കാരണം ഈ ഇതിന്റെ പുറയിലല്ല വെയിറ്റ് കിടക്കുന്നു, പാലയിലോട്ടല്ല വെയിറ്റ് കിടക്കുന്നു. അതെ അതെ അതെ. ഓ, കാലിഫോർണിയയിലേക്ക് മാനുവൽ ഗിയർ എത്ര വർഷം ഓടിച്ചു? 3 വർഷം അല്ലേ? അത് കഴിഞ്ഞാൽ ഇടയ്ക്കും മുട്ടിലും, അതായത് വണ്ടി ട്രക്ക് മാറുമ്പോൾ ഇത് വരും. പിന്നെ ചിലർ പിന്നെ മറ്റേ അതിന്റെ ഇത് പക്ക ഇങ്ങനെ ഡബിൾ ക്ലച്ച് ഒക്കെ വെച്ച് തന്നെ അടിക്കും. പക്ഷെ ഡബിൾ ക്ലച്ച് അടിക്കുന്നത് നമ്മൾ ആദ്യത്തെ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ തന്നെ RPM നോക്കി 15 താഴെ ഇട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അന്നേരം പോകില്ല. 15 മുകളിൽ കയറിയിട്ട് പപ്പ അടിക്കുക. അതായത്
നമ്മളൊരു 13 ആവുമ്പോഴേ ഗിയർ അങ്ങ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം 15 ആകുമ്പോൾ തന്നെ മാറി കിട്ടും. നമ്മൾ 15 പോയി മാറാൻ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ബോൾ താന്ന് ഒരുപാട് പോയി കഴിയുമ്പോൾ തന്നെ ഇത് പിന്നെ വീഴിയല്ല. അപ്പൊ പിന്നെ ഡബിൾ ക്ലച്ച് ചവിട്ടിട്ട് പിന്നെ ക്ലച്ച് അത് കയറ്റത്തിലാണെങ്കിൽ പണി പാടും. ഞാൻ മാനുവൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൊറന്റോയുടെ ഇട്ടാവട്ടത്തിൽ കിടന്നുള്ള കളിയെ കളിച്ചിട്ടുള്ളൂ. ഇവിടെ ആകുമ്പോ കുഴപ്പമില്ല, ഫ്ലാറ്റ് ആണല്ലോ, നമുക്ക് ഈ മൗണ്ടൻസ് ഇല്ലല്ലോ. പക്ഷെ എന്നിട്ടും ഈ ടൊറന്റോയിലെ ട്രാഫിക്കിന് മറ്റേ കൺസ്ട്രക്ഷന്റെ ഒക്കെ സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മള് ചവിട്ടി പിടിച്ച് അപ്പം ഊഹിക്കാവുന്നേ ഉള്ളൂ എത്രമാത്രം ബുദ്ധിമുട്ടാ മൗണ്ടൻ കയറാനുള്ളത്. മൗണ്ടനിലും ഈ ട്രാഫിക് കിട്ടിക്കഴിഞ്ഞാല് അല്ലേ, പിന്നെ ഒരു കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ വർത്താനം പറയുന്നല്ലേ ഇത് തന്നെ നമ്മൾ തന്നെ മാറും. നമ്മളിങ്ങനെ കൈയൊക്കെ തന്നെ ഈ കൈ ഇവിടെ ഇരിക്കും ഗിയറല്ലോ. ഇപ്പൊ പണ്ട് നമ്മുടെ ഒരു ഇതായിരുന്നു, ഇത് ഓടിച്ചു കഴിഞ്ഞിട്ട് ഈ കൈ ഇങ്ങനെ വെക്കാൻ ഇങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ എന്നുള്ള, മറ്റേത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും പിന്നെ സിറ്റി ഓടുമ്പോൾ നമ്മൾ മാക്സിമം ബ്രേക്ക് ചവിട്ടാതെ നോക്കും. കാരണം വെച്ചാൽ ഇത് ചവിട്ടി ആദ്യം തൊട്ട് എടുക്കണ്ടേ. അതെ മറ്റേ ഉരുട്ടിക്കൊണ്ട് പോയ 5 6 ഇട്ട് അങ്ങ് കെറ്റി അങ്ങ് ഞാൻ ഓർക്കുന്നുണ്ട് മറ്റേ പഠിപ്പിച്ച ആളെ എപ്പോഴും നമ്മളെ ഈ സിഗ്നൽ ഒക്കെ വരുമ്പോഴത്തേക്കും അത് നോക്കി മറ്റേ അവിടുത്തെ നമ്പർ കൗണ്ട് ചെയ്ത് അത് നോക്കി വണ്ടി കംപ്ലീറ്റ് സ്റ്റോപ്പ് വരാതെ റോൾ ചെയ്ത് പോയി കാരണം നമ്മള് മാറി വരുമ്പോഴത്തേക്ക് അടുത്ത ലൈറ്റ് വരും. ഓപ്പോസിറ്റ് വല്ല വിലങ്ങനെ വല്ല കാറുകാരും വല്ല ചാടുവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡൗൺ ചെയ്ത് പോകുമ്പോ നമുക്ക് പെട്ടെന്ന് പയ്യെ പോകുമ്പോ സ്മൂത്ത് ആയിട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഇപ്പൊ ഇതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കും. അതാണ് ഓട്ടോമാറ്റിക്കിനേക്കാളും കൂടുതൽ നമ്മൾ വണ്ടിയുടെ മോഷനിലും പ്രവർത്തനത്തിലും റോഡിലും നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കും. വിന്ററിൽ ഓടിക്കാൻ ഇഷ്ടം, കാരണം കറക്റ്റ് നമ്മൾ മാനുവൽ കൊടുത്താൽ അവൻ ആ ഒരേ പൊസിഷനിൽ പോകും. അതുപോലെ ബാക്കിൽ എടുക്കാനും ഇച്ചിരി ശ്രദ്ധയോടെ, അതായത് നമ്മളാണല്ലോ ഇത് ചെയ്യുന്നത്. ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അപ്പാവും അല്ലെങ്കിൽ ഡൗൺ ആവും. അതെ, ചിലപ്പോ ചവിട്ടിയാ പോവുകയില്ല. നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഇവൻ ചിലപ്പം ഒറ്റയടിക്ക് 4 എന്നുള്ള മറ്റേന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിലല്ലേ. അതുപോലെ ബാക്കിൽ എടുക്കുമ്പോഴും അതെ, ഇതിന് ചിലപ്പോൾ റിവേഴ്സ് വന്ന് വിറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അത് ചിലപ്പം അതാ നമ്മൾ ബാക്കിലോട്ട് ഒറ്റ ഇടിപ്പ് വരുന്നത്. പണ്ട് ഗിയർ വണ്ടി ഓടിക്കുമ്പോ അങ്ങനെ ഇടിക്കുകയല്ലോ, കാരണം ഇത് പെട്ടെന്ന് നമ്മളോട്ടൊരു പോയ ജീപ്പ് ഉണ്ടോ? നാട്ടിൽ പണ്ട് നമുക്കറിയാവുന്ന ഒരു പുള്ളിക്ക് ഒരു പെട്രോൾ ജീപ്പ് ഉണ്ടായിരുന്നു. അത് കന്നാസിന്റെ അകത്തായിരുന്നു. ടാങ്ക് എന്ന് പറയുന്ന കന്നാസാ, ഇരിക്കുന്നിടത്ത് സൈഡിൽ വെച്ചേക്കുക, അവിടുന്ന് കുഴല് നേരെ ഇതിലേക്ക് കന്നാസിന്റെ ഇരിക്കുന്നിടത്തോ? ഇരിക്കുന്നതിന്റെ ഇങ്ങനെ സൈഡായിട്ട്, അത് ഇരിക്കുന്നതിന് ഇങ്ങനെ ഡോറൊന്നും ഇല്ല. അതിനപ്പോ പെട്രോൾ ടാങ്ക് ഇല്ലായിരുന്നു. പുള്ളി അങ്ങനെ വേറെ പഴയ മറ്റേ മിലിറ്ററിയുടെ പഴയ മോഡൽ വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അത് പാലാ ഇടുക്കി ഹൈ റേഞ്ച് ഏരിയ ആണല്ലോ. അവിടെ അല്ല മറ്റേ ഈ വാഹന സൈഡിലായിട്ടുള്ള താമസിക്കുന്ന. അപ്പൊ ആ പുള്ളിക്ക് നല്ല സൈസും ഉണ്ട്. ആ ഒരു ജീപ്പെ പുള്ളി കറക്റ്റ് നിൽക്കുമ്പോഴത്തേക്കും ഒരു പഴയ മോഡലേ, ഇത്രയും ഇപ്പൊ ഉള്ള ജീപ്പിന്റെ അത്രയും വലിപ്പമൊന്നും ചെറിയതാ പഴയ മേജർ. പഴയ അതിലും താഴെയാ. ഓക്കെ. മഹീന്ദ്രയുടെ വണ്ടിയായിരുന്നു അതോ വില്ലീസ് ആയിരുന്നു? മഹീന്ദ്ര അതെന്ന് ചോദിച്ചാൽ വേറെ മറ്റേ പക്കാ നമ്മുടെ ജീപ്പിന്റെ ഇതല്ല, അതിന്റെ ഫ്രണ്ട് ഇങ്ങനെ പതുങ്ങിയായിരിക്കുന്നത്. പഴയതാ വില്ലീസ് സാധനം. അതിന്റെ ഇങ്ങനെ പുള്ളി അന്നേരം പറയായിരുന്നു, കന്നാസ് ആവശ്യമുള്ളവനൊക്കെ വേണം അകത്തൊന്ന് കുറ്റി എടുത്തോണ്ടും പോവാം. അയ്യോ, പഴയ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ അല്ലെ, പഴയ നമ്മളൊക്കെ ചെറുപ്പത്തില് എന്നാ രസമായിരുന്നു. മറ്റേ പണ്ട് മറ്റേ ജിപ്സി എന്ന് പറഞ്ഞ മറ്റേ ഇത് എടുക്കല്ലോ, മാരുതിയുടെ മറ്റേ മിലിറ്ററിയുടെ വണ്ടി. അത് ചിലത് ഇങ്ങനെ മിലിറ്ററി നെയ്യും ഓപ്ഷൻ ചെയ്തിട്ട് അത് നല്ല സ്റ്റൈലായിട്ട്. പിന്നെ മാരുതി ജിപ്സി. പിന്നെ പണ്ട് ഞങ്ങൾക്ക് നമ്മളവിടുന്ന് പിറവത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ബന്ധക്കാരൊക്കെ ഹൈ റേഞ്ചിലുണ്ടേ, നമ്മുടെ രാജാക്കാട് തൊടുപുഴ അങ്ങോട്ടൊക്കെ. അപ്പൊ അവിടെയൊക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ആൾക്കാരെ വിളിക്കുമല്ലോ. ഞങ്ങളെല്ലാം ഇതുപോലത്തെ മറ്റേ ഈ വലിയ ബാക്കില് 2 റോ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞും അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ജീപ്പ് ഉണ്ടല്ലോ, കമാൻഡർ. അങ്ങനത്തെ ജീപ്പ്. ആ ജീപ്പ്. പിന്നെ വേറെ മറ്റേ പഴയ മോഹൻലാലിന്റെ സിനിമ കാണുന്ന ഒരു പരന്ന ജീപ്പ് ഉണ്ടല്ലോ,
ഒരു ഇച്ചിരി ലോ ഫ്ലോർ പോലത്തെ ഒരു ഐറ്റം. ജീപ്പ് ആണോന്ന് എനിക്കറിയത്തില്ല, അതിന്റെ ബ്രാൻഡ് മറന്നുപോയി. ആ വണ്ടി അതൊക്കെ വിളിച്ചിട്ട് എല്ലാരും കൂടെ കുടുംബക്കാരെല്ലാം കൂടെ കല്യാണത്തിന് പോണത്. ടെമ്പോ ട്രാക്സിന്റെ അത് തന്നെ, അത് തന്നെ ജീപ്പ്. പുറകെ രണ്ടുപേര് തൂങ്ങിയൊക്കെ ടെമ്പോ ട്രാക്സിന്റെ. മനസ്സിലായി. അതൊക്കെ നമ്മളെ ചെറുപ്പത്തിലെ ഓർമ്മകളാ. എന്നിട്ട് കല്യാണത്തിന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയല്ല, അവിടെ രാത്രി ആകുമ്പോൾ അവിടെ മഞ്ഞ് പെയ്യും, ഫോഗൊക്കെ ഇറങ്ങി. അപ്പൊ കല്യാണ വീട്ടിൽ എല്ലാരും കൂടെ വന്നൊരു കിടക്കാനൊന്നും സ്ഥലമില്ല. അപ്പൊ കുറെ പേര് ജീപ്പിന്റെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങണൊക്കെ. നല്ല നല്ല ചില ഓർമ്മകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചാബി ഹൗസ് ഇറങ്ങിയ സമയത്ത് അതുപോലെ ഒരു കല്യാണം വന്നിട്ട് പഞ്ചാബി ഹൗസിലെ പാട്ടുകൾ കേട്ട് അന്ന് നല്ല മഴയുണ്ട്. മൂവാറ്റുപുഴ റൂട്ടില് നമ്മുടെ എന്റെ സ്ഥലമുണ്ടല്ലോ മൂവാറ്റുപുഴ, ആ റൂട്ടിലാണ് ഞങ്ങൾ പുറത്തുനിന്ന് പോകുമ്പോഴത്തേക്കും കോതമംഗലം കൂടിയാ. അങ്ങനെ അടിമാലി. അപ്പൊ ഇപ്പോഴും അന്ന് ആ ജീപ്പ് പ്ലേ ചെയ്ത പാട്ടാ ഇതുപോലെ എല്ലാം മറക്കാവേ ആ പാട്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം പഞ്ചാബി ഹൗസ് ഇറങ്ങിയ സമയമാണ്. അന്നത്തെ കാലത്ത് ഈ കമാൻഡർ ജീപ്പാണല്ലോ ആള് കൂടുതലിരിക്കാൻ. അതെ അതെ അതെ. ഇന്നത്തെ ആൾക്കാർക്ക് ഇത്രയും ടൂറിസ്റ്റ് ബസ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമല്ലല്ലോ. അന്ന് ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷെ അത് ഒരുപാട് പേരുണ്ടെങ്കിലല്ലേ ഉള്ളൂ. അതെ അതെ. ഈ ചെറിയ ടെമ്പോ ട്രാവലർ ഒന്നും അത് ഞങ്ങളുടെ ഈ ടൂറിസ്റ്റ് ബസ് വരും. എങ്ങനെയാ വെച്ചാൽ ഈ ഞങ്ങളുടെ അടുത്തൊക്കെ ഹിന്ദുക്കളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അവരുടെ കല്യാണങ്ങൾ വരുമ്പം നമ്മുടെ ഇതുപോലെ അല്ലല്ലോ, എന്നാ പെണ്ണിന്റെ അവിടെയല്ലേ കല്യാണം വരുന്നത്. അപ്പൊ അത് ചിലപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ബസ്സായിരിക്കും അവർ ഈ ചെറിയ വണ്ടികളെക്കാളും. അപ്പൊ ഞങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കല്യാണ സീസൺ ആക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരം അങ്ങനെ ആലപ്പുഴ അങ്ങനെയൊക്കെ വന്നുകൊണ്ടൊരു ബസ്സിനൊരു ട്രിപ്പുണ്ട്. അപ്പൊ ഈ ബസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ചില ഡ്രൈവർമാരൊക്കെ ഓടിക്കുന്ന ബസ്സാണ്, സ്ഥിരമായിട്ട് വരുന്ന ലൊക്കാലിറ്റിയിലുള്ളതാണ്. അപ്പൊ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ കല്യാണം പോകുന്ന ടൂർ പോകുന്ന പോലെ എല്ലാം കൂടെ ആകാം. നമ്മൾ ഇത്ര നേരം വന്നോണ്ടിരുന്ന 401 പയ്യെ നമ്മൾ 427 അങ്ങ് തിരിയുന്ന ഒരു വലിയ റാമ്പാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കിടിലം വ്യൂ ആ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിക്കോണേ. നമ്മൾ 2 ക്യാമറയിൽ നിന്നാണ് ഫുട്ടേജ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ അതിന്റെ വിഷ്വൽസ് കാണിച്ചു തരാൻ വേണ്ടി. ഡൽഹി എത്തിയോ? ഡൽഹിയിലെ ധാരാവിയിലോട്ട് കയറും. ബോംബെയിലല്ലേ ധാരാവി? ഇതിപ്പോ ഡൽഹിയിലും നമ്മൾ ഇത് എല്ലാ സംഘമാ ഇവിടെ. ഡൽഹിയിലെയും ബോംബെയിലെയും കൾച്ചറൽ മിക്സ് ആണല്ലേ, എല്ലാവിധ മിക്സാ. അതിന്റെ ഒരു മെയിൻ നമ്മുടെ ബോൾട്ടൺ ഏരിയ എത്താൻ പോയത് ഇതൊക്കെ ഇന്ത്യക്കാരുടെ സാമ്രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഡൽഹിയും ബോംബെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. കാരണം കുത്തിക്കയറ്റലാണ് ഈ ഏരിയയില്. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഈ ഒരു വളവ് വളയ്ക്കാൻ പോയി ഇതിന്റെ ഇടയിൽ തന്നെ 2-3 പേര് ഇപ്പൊ കുത്തിക്കയറ്റും. ഇൻഡിക്കേറ്റർ ഇട്ട് അവിടെ കുത്തിക്കയറി കണ്ടോ. യുവമാർക്കൊക്കെ നേരത്തെ വേറൊന്നുണ്ട്, അപ്പുറത്തോടെ വന്നാൽ അവന് പാടം കിടന്നു ആ കയറി അവൻ ഇങ്ങോട്ട് അങ്ങ് ഇൻഡിക്കേറ്റർ ഇട്ടു. അവനിപ്പോ ട്രക്കിന്റെ ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും. യുവമാർക്കൊക്കെ അറിയാം ഈ ഒരു ഒറ്റ ലൈന് റൈറ്റ് തിരിയുന്നുള്ളതേ. അപ്പം ഏതെങ്കിലും ഗ്യാപ്പ് ഉള്ളടുത്തുകൊണ്ട് കുത്തി കയറ്റാൻ വേണ്ടിട്ട് അവർ ഇങ്ങനെ മുമ്പ് ഇതേ അവസാനം വരെ വരും. ഇൻഡിക്കേറ്റർ ഇട്ട് വേണ്ട. ഇപ്പൊ നമുക്ക് ഹെവി ലോഡായി പോയി, അതുകൊണ്ട് അവന്മാരൊക്കെ നമ്മള് കാരണം നമുക്ക് ചവിട്ടാൻ പറ്റിയല്ല. ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ കണ്ടോ. ഇപ്പൊ വേണ്ട നമ്മൾ ഇന്ത്യക്കാരെ കുറ്റം പറയുന്നത് ന്യായമുണ്ടെന്ന് ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നില്ലേ? ഇതൊന്നും അതെ സത്യം, ഇതൊന്നും അല്ല. നല്ല സ്പീഡിൽ വരുമ്പോ കൊണ്ട് വട്ടം ഒറ്റ കൂത്തു.
കാനഡയുടെ ധാരാവി കൂടെയാണ് ട്രക്കുകാരൻ നമ്മുടെ സൈഡ് കൊണ്ടുപോകും. In 6 kilometers, turn left on Dealing Road. എങ്ങനെ വന്നാലും ഈ 3 ട്രക്കുകളും കുത്തിക്കയറി വന്നവന്മാരാണ് എന്നാണ് നമ്മുടെ ദേവസ്യാച്ചൻ പറഞ്ഞത്. ഈ ബോപ്റ്റയിൽ നമ്മുടെ ഇടതുവശത്തുള്ള അതിന്റെ ഫ്രണ്ടിൽ റേഡിയോയും എവറസ്റ്റും കണ്ടോ. എത്ര കുത്തിക്കയറിയാലും നമ്മളൊപ്പം എത്തി. വിധി അതാ. അല്ല എല്ലാവരും നമ്മൾ ആവേശം കാണിക്കുന്നേ കൂടിപ്പോയ ഒരു 5 മിനിറ്റ് നേരത്തെ എത്തും. ഇവിടെ പറ്റില്ല. ഇവിടെ ഈ സിഗ്നൽ ഉള്ളിടത്ത് നമ്മൾ അധികം ഇത് വെച്ചിട്ട് കാര്യമില്ല. അല്ല അതിനെ എടുക്കുന്ന ആ ഒരു റിസ്ക് എത്രമാത്രം ആണെന്നൊന്ന് ആലോചിച്ച് നോക്കി. സാറേ ഇന്ന് ടെമ്പറേച്ചർ എത്ര ഉണ്ട്? മഴയാണല്ലോ. 9 ഡിഗ്രിയോ? അടിപൊളി. സ്പ്രിംഗ് എത്തിയായി. ബോൾട്ടറിന് എത്തുന്നതോടുകൂടി മഴ അങ്ങ് ശക്തപ്പെട്ടു അല്ലേ സാറേ? നാട്ടിലെത്തി. കനത്ത മഴ. അടുത്തവിടെ പരിപ്പോട് കിട്ടുന്ന കടയുണ്ടത്. സത്യം. കാപ്പിയും പരിപ്പോടൊക്കെ തിന്നാനുള്ള മൂടായി. പരിപ്പോഴെന്ന് പറയുമ്പോൾ മാസിസ്റ്റുകാരും യാടെത്തുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ യാർഡിൽ പകലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ മെക്കാനിക്സ് ഉണ്ട്. നമ്മൾ വരുന്ന വഴി തന്നെ വണ്ടി ഫുള്ളൊന്ന് ചെക്ക് ചെയ്യും. ഫുള്ളെന്ന് പറഞ്ഞാൽ പറ്റുന്ന പോലെ. അപ്പോൾ നമ്മുടെ ടയറിൽ വല്ല പഞ്ചറുണ്ടോ അല്ല മറ്റെന്തെങ്കിലും ABSൻ്റെ വല്ല പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവരുന്ന ട്രെയിലറെല്ലാം പാർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ടയർ ചില ട്രെയിലറൊക്കെ ഇവരെ നന്നാക്കിക്കൊണ്ടിരിക്കുക. സെറ്റ്. നല്ല മഴയാണ് കേട്ടോ. മഴ നന്നായി. കാരണം സ്പ്രിംഗ് സീസൺ വരുവാണെന്നാണ് അതിൻ്റെ അർത്ഥം. സാറേ ലൈറ്റ് ഓൺ ചെയ്തേ. ഓൺ ഓൺ. ഇപ്പം ഇതിൻ്റെ പാർക്ക് ലൈറ്റിന് ചെറിയൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ ദേവസ്യാച്ചൻ പറഞ്ഞു. അതവർ നോക്കാൻ പോവാണ്. നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോയേക്കാന്നങ്ങ് പറഞ്ഞേക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞു. ആ ലൈറ്റിൻ്റെ കാര്യം അവർ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ശരിയാക്കിക്കോളാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം ട്രെയിലറൊക്കെ. അപ്പോൾ നമ്മുടെ ദേവസ്യാച്ചൻ ബാക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറകിൽ കാണുന്ന ആ ഒരു വലിയ തുള കണ്ടോ, അങ്ങോട്ടാണ് നമ്മുടെ ട്രക്ക് ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അയാളുടെ ബ്ലൈൻഡ് സൈഡിൽ നിന്നിട്ട്, അതായത് പാസഞ്ചർ സൈഡിൽ നിന്നിട്ട് ആ ഒരു പാർക്കിംഗ് സ്പോട്ടിലേക്ക് പാരലായിട്ട് നിന്ന് വേണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഡ്രൈവർക്ക് അയാളുടെ ഡ്രൈവിംഗ് സൈഡ് എപ്പോഴും കാണാമല്ലോ. ഈ ഒരു ആംഗിളിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്ലൈൻഡ് സൈഡ് കാണാം. അപ്പോൾ നമുക്ക് ഡ്രൈവറേയും കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് പോകാനുള്ളത് ഓക്കെ ആണോ അല്ല എന്നുള്ളതെല്ലാം നമുക്ക് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാം. എടാ ഇപ്പോൾ ദേവസ്യാച്ചന് ഈ ഫ്രണ്ടും ട്രെയിലറും ട്രാക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും പൊളയുന്നതുകൊണ്ട് നമുക്ക് ആ മിറർ നോക്കിയാൽ ബ്ലൈൻഡ് സൈഡ് കാണാൻ പറ്റില്ല. അതൊരു ഊഹക്കച്ചവടം നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഡ്രൈവറിൻ്റെ ആംഗിളിൽ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ദേവസ്യാച്ചൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ബ്ലൈൻഡ് സൈഡ് നോക്കി റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ള പറഞ്ഞു കൊടുക്കാം. ഓ ബ്ലൈൻഡിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ആ ബ്ലൈൻഡ് കുറച്ചുകൂടെ അങ്ങോട്ട് അടുപ്പിച്ചോ. ഞാൻ അവിടെ ബ്ലൈൻഡിൽ നിൽക്കാം. ബ്ലൈൻഡിൽ ഒരു 2-3 അടിയും കൂടെ ഉണ്ട്. ശരിക്കും ഈ 5th വീല് വലിക്കണതിന് ലിവർ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ നമ്മൾ ഇത് കുറച്ചുകൂടെ എളുപ്പത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഗ്രീസ് കുറവാണ്. ബാക്കിലേക്ക് പുഷ് ചെയ്യാമോ?
ഇല്ല, അത് പോരുമ്പോഴേ താഴുള്ളൂ. നമ്മൾ ലോഡ് എടുത്തുകൊണ്ട് വന്ന ട്രെയിലറിനെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ട്രക്കും കൊണ്ട് പാർക്ക് ചെയ്ത് ഇന്നത്തെ പരിപാടി നമുക്കിവിടെ അവസാനിപ്പിക്കാം. ചങ്ങാടം ഇറക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ കൂടെ നമ്മൾ കൊണ്ടുവരുന്ന വിശേഷങ്ങൾ. മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വൈകിട്ട് 8 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നിർത്തുന്നതിന് മുമ്പ് നമ്മൾ എന്തോരം ഓടിച്ചു? 5346 മൈൽ ഓടിച്ചു. 5346 മൈലാണ് ഈ ട്രിപ്പ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 4 മണി കഴിഞ്ഞു അല്ലേ? 4:30 അപ്പം ജസ്റ്റ് ഇൻ കേസ് ഇപ്പോഴും കാനഡ മഞ്ഞ് പെയ്യുന്നുണ്ടോ എന്നുള്ളവർക്ക് ഇപ്പം മഴയാണ് പെയ്യുന്നത്. ഇനി മുന്നോട്ട് 2-3 ദിവസങ്ങളിൽ ചെറിയ സ്നോയും കൂടെ ഉണ്ട്. പക്ഷേ ഈ 2 ആഴ്ച കൊണ്ട് ഈ പരിപാടി എല്ലാം തീരുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ. ബൈ. Said I made up